നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും JT മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലോക സിനിമയുടെ അവസാന നിമിഷത്തെ ഇന്ന് അവധി ദിവസങ്ങളൊക്കെ തീരുവാണല്ലോ. ചതയ ദിവസത്തോടു കൂടി ഒരു സൂപ്പർ സൺഡേ ആയിട്ട് ഒരു ഓണക്കാലം അല്ലെങ്കിൽ ഒരു അവധിയുടെ കേളുകെട്ട് തീരുന്ന ദിവസമാണ് ഇന്ന്. എന്തായാലും ഇന്ന് ഞായറാഴ്ചത്തോടു കൂടി അവധി ദിവസം തീരുന്ന ഒരു ദിവസത്തെ ഒരു ബുക്കിംഗ് നിലവാരം എങ്ങനെ ഉണ്ടെന്നുള്ളത്, സിനിമ ഇറങ്ങി 10 ദിവസം കഴിഞ്ഞു, 11ാമത്തെ ദിവസത്തെ ബുക്കിങ്ങും പിന്നെ അതുകൂടാതെ കഴിഞ്ഞ 10 ദിവസത്തെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് അവസാനത്തെ ഒരു അപ്ഡേറ്റുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായും പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ ഞാനൊരു ക്ഷമ ചോദിച്ചതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ആരംഭിക്കാം. മറ്റൊന്നുമല്ല, ഇന്നലത്തെ ഒരു കളക്ഷൻ റിപ്പോർട്ട് അവസാനത്തെ ഒരു അപ്ഡേറ്റ് പ്രകാരം എനിക്ക് ലഭ്യമായ ഒരു കളക്ഷൻ റിപ്പോർട്ട് 15 കോടി രൂപ മാത്രമായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും അപ്ഡേറ്റ് ആയിട്ട് വിദേശ രാജ്യത്തെ കളക്ഷൻ 5 കോടി 80 ലക്ഷം എന്നുള്ളത് 10 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനായിട്ട് മാറുന്നൊരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. മൊത്തം 20 കോടി 80 ലക്ഷം രൂപ ഇന്നലെ യഥാർത്ഥത്തിൽ സ്വന്തമാക്കി. മൊത്തം 143 കോടി 80 ലക്ഷം രൂപ എത്തിയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് 15 കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷനും 138 കോടി രൂപ മാത്രമാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ടും പറയാൻ സാധിച്ചത് 9 ദിവസത്തെ. അപ്പോൾ അതിന് സത്യം ക്ഷമിക്കുക. ഇന്നും അതുപോലെ അവസാനത്തെ ഒരു അപ്ഡേറ്റ് എന്ന നിലയിലാണ് നമ്മൾ പ്രതീക്ഷയോടുകൂടി വീഡിയോ ഇടുന്നത്. പക്ഷേ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ വന്നാൽ ക്ഷമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഇത് ഫൈനലായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇടുന്നത്. എന്തെങ്കിലും മാറ്റം വന്നാൽ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരത്തിൽ സിറ്റിയിൽ 190 ഷോയിലധികം ഫാസ്റ്റ് ഫീഡിംഗ് ആണ് ഇന്ന് 11ാമത്തെ ദിവസം, സിനിമ ഇറങ്ങി 11ാമത്തെ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രിവാൻഡ്രം ആണ് ഞെട്ടിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കണ്ട ദിവസമായിട്ട് ഇന്ന് മാറുന്ന ഒരു കാഴ്ചയാണ്. 190 ഷോയിലധികം ഫാസ്റ്റ് ഫീഡിംഗ് ട്രിവാൻഡ്രത്ത് കാണുന്നുണ്ട്. കോഴിക്കോട് 90 ഷോയും തൃശ്ശൂർ 100 ഷോയിലധികം 105 ഷോയോളം ഫാസ്റ്റ് ഫീഡിംഗ്. പിന്നെ ഉള്ളത് കൊല്ലത്ത് 50 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, കോട്ടയത്ത് 25 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, പാലക്കാട് 40 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, പത്തനംതിട്ടയിൽ 12 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, ആലപ്പുഴയിൽ 65 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും ആണ് കാണുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട മറ്റ് വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സെൻറ്ററുകളിലും തന്നെ ഫാസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഈ ഒരു കളി തന്നെയാണ്. എന്തായാലും സകല ദിവസത്തെയും ഈ 10 ദിവസം ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ 10ാമത്തെ ദിവസമായി ഇന്നലത്തേതിന് സമാനമോ അല്ലെങ്കിൽ അല്പം കൂടുതലോ ആയിട്ടുള്ള ഒരു ബുക്കിംഗ് ആണ് കേരളം ഒട്ടാകെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറുതും വലുതുമായിട്ട് ബാക്കി എല്ലായിടത്തും കൂടെ നോക്കുമ്പോൾ അങ്ങനെ കേരളം ഒട്ടാകെ ഉള്ള ഒരു ഫാസ്റ്റ് ഫീഡിംഗ് കൗണ്ട് നോക്കുമ്പോൾ 1200 ഷോയിലധികം ഫാസ്റ്റ് ഫീഡിംഗ് നമുക്ക് ഈ 11ാമത്തെ ദിവസം സൺഡേ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിൽ പുറത്തും ഒട്ടും മോശമല്ല. ബാംഗ്ലൂർ സിറ്റിയിൽ 120 ഷോയിലധികം ഫാസ്റ്റ് ഫീഡിങ്ങും, ചെന്നൈയിൽ 110 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്ങും, ഹൈദരാബാദ് തെലുങ്ക് വെർഷൻ കയറി കൊടുത്തുന്ന ഒരു കാഴ്ചയാണ്. 70 ഷോ തെലുങ്ക് വെർഷന് മാത്രം ഫാസ്റ്റ് ഫീഡിങ്, മൊത്തം 80 ഷോ ഫാസ്റ്റ് ഫീഡിങ് ഹൈദരാബാദ് സിറ്റിയിലും കാണുന്നുണ്ട്. അങ്ങനെ കേരളത്തിന് പുറത്ത് മൊത്തം 600 ഷോയിലധികം ഫാസ്റ്റ് ഫീഡിങ് ആണ് കാണുന്നത്. ഇന്നും ഇന്നലത്തേതിന് സമാനമായി ഇന്നലെ 1800 ഷോയിലധികം ഫാസ്റ്റ് ഫീഡിങ് ആയിരുന്നെങ്കിൽ ഇന്ന് 1900 ഷോയിലധികം ഫാസ്റ്റ് ഫീഡിങ് ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തേതിന് സമാനമോ അതിനേക്കാൾ അല്പം മുന്നോട്ടോ ഉള്ള ഒരു കളക്ഷൻ ഇന്നും വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ ഒരു ബുക്കിംഗ് നിലവാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർണാടക സംസ്ഥാനത്ത് 7 കോടി 88 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് 10 ദിവസത്തെ കളക്ഷൻ. 90 ലക്ഷം രൂപ ഇന്നലെയും സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത്. ആന്ധ്രാപ്രദേശ്, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 1 കോടി 40 ലക്ഷം രൂപ ഇന്നലെയും സ്വന്തമാക്കി 10ാമത്തെ ദിവസം. അവിടെ 10 കോടി ക്രോസ് ചെയ്ത് 10 കോടി 10 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഒട്ടും കുറവല്ല, 1 കോടി 35 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നലത്തെ ഒറ്റ ദിവസത്തെ കളക്ഷൻ. മൊത്തം 10 കോടി 85 ലക്ഷം രൂപ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം തൂക്കി. റെസ്റ്റ് ഓഫ് ഇന്ത്യ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ 85 ലക്ഷം രൂപ നേടി മൊത്തം 3 കോടി 97 ലക്ഷവും. കേരളത്തിൽ ഇന്നലെ ആയിരുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നൊരു ദിവസമായിട്ട് മാറിയത്. മൊത്തം 7 കോടി 25 ലക്ഷം രൂപ ഇന്നലെ 10ാമത്തെ ദിവസം മാത്രം സ്വന്തമാക്കിയതായിട്ടാണ് അവസാനത്തെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് പ്രകാരമുള്ളത്. മൊത്തം 50 കോടി ക്രോസ് ചെയ്തു കേരള കളക്ഷൻ. 51 കോടി 75 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് 10 ദിവസത്തെ കളക്ഷൻ. അപ്പം മൊത്തം വേൾഡ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 11 കോടി 75 ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ 10ാമത്തെ ദിവസം മാത്രം സ്വന്തമാക്കിയപ്പോൾ 10 ദിവസം കൊണ്ട് സ്വന്തമാക്കിയതാവട്ടെ 84 കോടി 55 ലക്ഷം രൂപയുമാണ്. വിദേശ രാജ്യത്തെ കളക്ഷൻ ഇന്നലെ നോക്കുമ്പോൾ 9 കോടി 45 ലക്ഷം രൂപയാണ്. അവിടെ ചിലപ്പോൾ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയി വരാൻ സാധ്യതയുണ്ട്. എന്തായാലും അവസാനത്തെ ഒരു അപ്ഡേറ്റ് പ്രകാരം 9.45 മൊത്തം 10 ദിവസം കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും 80 കോടി 45 ലക്ഷം രൂപയെ എത്തിയിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് അവസാനത്തെ ഒരു അപ്ഡേറ്റ് പ്രകാരം 21 കോടി 20 ലക്ഷം രൂപയാണ് 10 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് 165 കോടി രൂപ ഇന്നലെ 10 ദിവസം കൊണ്ട് ലോക സിനിമ
വേൾഡ് വൈഡായിട്ട് സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 10 ദിവസം ഗംഭീരമായിട്ട് മുന്നോട്ട് പോയി സകല റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം പ്രേതലു സകല സിനിമകളെയും തകർത്തെറിഞ്ഞു. ഇന്നിപ്പം 150 കോടി എന്ന ചരിത്ര നേട്ടവും കഴിഞ്ഞ് 143 കോടിയിൽ നിന്നും 165 കോടിയിലേക്കുള്ള പ്രയാണം അത് നിസ്സാരമല്ല. ആടുജീവിതം പോലെ വലിയൊരു സിനിമയെ മറികടന്നു നിസ്സാരമായിട്ട് വെറും 10 ദിവസത്തെ കളക്ഷൻ കൊണ്ട്. ആവേശം സിനിമ ഫഹദ് ഫാസിലിന്റെ വലിയൊരു ട്രെൻഡിങ് ആയ സിനിമയെ പോലും നിസ്സാരമായിട്ട് മറികടന്നു. ഇനി ഇതിനു മുൻപിലുള്ളത് 4 സിനിമ മാത്രമാണ്. ഒന്ന് 2018 സിനിമ, അത് ഇന്നത്തെ കളക്ഷനോട് കൂടി തന്നെ 175 കോടിയൊക്കെ ഈസി ആയിട്ട് ക്രോസ് ചെയ്യും. പിന്നെ ഇതിനു മുൻപിലുള്ളത് ലാലേട്ടന്റെ തുടരും സിനിമ, മഞ്ഞുമ്മൽ ബോയ്സ്, എമ്പുരാൻ സിനിമ. 3 സിനിമ മാത്രമാണ് ഇന്നത്തെ ഒരു കളക്ഷൻ കഴിഞ്ഞ് ഇനി ഇതിന് മറികടക്കേണ്ടതായിട്ടുള്ളത്. ഇങ്ങനൊരു പോക്കാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, 200 കോടി വളരെ സിമ്പിളായിട്ട് നേടും. 250 കോടിയും നേടുവോ അത് കഴിഞ്ഞ് ലാലേട്ടന്റെ എമ്പുരാൻ സിനിമയും മറികടക്കുമോ എന്നുള്ളത് മാത്രം കണ്ടറിഞ്ഞാൽ മതി. ആ ചരിത്ര നേട്ടങ്ങളൊക്കെ തിരുത്തി കുറിച്ച് പുതിയ പുതിയ സിനിമകൾ റെക്കോർഡുകളുടെ തമ്പുരാനായിട്ട് വരട്ടെ. ഇന്നത്തെ ഒരു കളക്ഷനും ഒരു 20 കോടി 22 കോടി റേഞ്ചിലുള്ള കളക്ഷൻ ഇന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ